Hi students, once again welcome back to inverse trigonometric functions. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ മറ്റു ചില വ്യത്യസ്തമായ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നത് ടാൻ ഇൻവേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സൈൻ ഇൻവേഴ്സിനെയും അതിൻ്റെ കൂട്ടാളിയായ കോസ് ഇൻവേഴ്സിനെയും കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അടുത്ത നമ്പറിലേക്ക് നമുക്ക് പോകാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 3/5 sin inverse 3/5 minus sin inverse 8/17 is equal to cos inverse. That is the question. Cos inverse 84/84. ഇതാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സൈൻ ഇൻവേഴ്സ് 3/5 പ്രൂഫ് ദാറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൂഫ് ഒന്ന് എഴുതി പോവാം. ഞാൻ ഈ ക്വസ്റ്റിൻ്റെ LHS എടുക്കുകയാണ്. LHS എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ ആദ്യം കണ്ട ഈ സാധനം സൈൻ ഇൻവേഴ്സ് 3/5 പകരം ഞാനൊരു പേര് കൊടുക്കുകയാണ്. ലെറ്റ് θ1 എന്ന് വിളിക്കാം. സൈൻ ഇൻവേഴ്സ് 3/5. അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് സൈൻ θ1 എന്ന് പറഞ്ഞാൽ 3/5 ആണെന്ന് നമുക്കറിയാമല്ലോ. ഈ സൈൻ ഇൻവേഴ്സ് എടുത്തപ്പോൾ എനിക്ക് 3/5 കിട്ടിയെങ്കിൽ സൈൻ ഇൻവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് അത് സൈൻ θ1 എന്നായിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ അടുത്തതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തതിനെ θ2 എന്ന് വിളിക്കാം. θ2 is equal to സൈൻ ഇൻവേഴ്സ് 8/17 എന്ന് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് സൈൻ θ2 എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 8/17. ഓക്കെ, ഇപ്പോൾ എനിക്ക് സൈൻ θ1ഉം സൈൻ θ2 ഉണ്ട്. ഇനി ഒരു വഴിക്ക് പോവല്ലേ. അപ്പോൾ എനിക്കൊരു സൈൻ θ എന്ന് പറയുമ്പോൾ സൈൻ്റെ ഒരു കൂട്ടുകാരനായ കോസിനെയും കൂടി ഒന്ന് കണ്ടുപിടിച്ച് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. പലതരത്തിൽ ചെയ്യാം. സൈൻ θ1 എന്ന് കോസ് θ1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സൈൻ θ1നെ 3/5 ആയതുകൊണ്ട് y/r എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ എക്സ് കണ്ടുപിടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എടുത്തിട്ട് റൈറ്റ് ട്രയാങ്കിൾ യെസ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ എടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇതെന്ന് പറഞ്ഞാൽ θ1 എന്ന് വിളിക്കാം. ഇതിനെ θ1 എന്ന് വിളിക്കാം. ദെൻ ഈ സൈഡിന് 3 സൈൻ അല്ലേ. സൈൻ ആകുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 3 വരും. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പോൾ ഈ നാച്ചുറലി ഈ സൈഡ് എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് r² മീൻസ് 5² മൈനസ് 3², 5² മൈനസ് 9². അപ്പോൾ ഇത് 4 എന്ന് വരും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എടുക്കുമ്പോൾ റൈറ്റ് ട്രയാങ്കിൾ തന്നെ ആയിക്കോട്ടെ. റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നേരത്തെ മറ്റ് ഫോർമുലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മീൻസ് x/r y/r ഫോർമുല. ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ മാറ്റിക്കോട്ടെ. യെസ്, അപ്പോൾ ഇവിടെ ഇത് θ2 എന്ന് വിളിക്കാം. ഇത് θ2 വരും. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇത് 17 ആണ്. അപ്പോൾ നാച്ചുറലി ഇത് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് √17² മൈനസ് 8² എന്ന് വരും. 225 എന്ന് വരും. അത് നിങ്ങൾക്ക് കൗണ്ടിലടിക്കാന്നേ ഉള്ളൂ. ഞാൻ 15 അങ്ങ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ θ1 കിട്ടിയിട്ടുണ്ട്. കോസ് സൈൻ θ2 വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് കോസ് θ1ഉം ടാൻ θ1 ഇനിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസ് എനിക്ക് കണ്ടുപിടിക്കാം. പക്ഷേ എനിക്ക് താല്പര്യം ഈ സൈൻ്റെ കൂട്ടാളിയായ കോസ് θയുടെ മാത്രം വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കോസ് θ1 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്നുള്ള പണ്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഉപയോഗിച്ച് ട്രയാങ്കിൾ ആയതുകൊണ്ട് കണ്ടുപിടിക്കാം. 4/5 വരും. ഇവിടെ വരുമ്പോൾ കോസ് θ2 എന്ന് പറഞ്ഞാൽ 15/17. ഓക്കെ,
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് LHS നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്, LHSലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ LHS എന്ന് പറഞ്ഞാൽ θ1 മൈനസ് θ2 എന്നായി. കാരണം ഇവിടെ നമ്മൾ ഇതിനെ θ1 എന്നാണ് വിളിച്ചിരുന്നത്, ഇതിനെ θ2 എന്നാണ് വിളിച്ചിരുന്നത്. ഇനിയുള്ള സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കോസിലാണ്. θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ്. കോസ് ഓഫ് സംതിങ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോസ് ഓഫ് സംതിങ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കോസ് കിട്ടിയാലേ പറ്റുള്ളൂ. ആ ഒരു പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കോസ് ഒന്ന് അപ്ലൈ ചെയ്യാം. θ1 മൈനസ് θ2 ആണ് നമ്മുടെ LHS എന്ന് പറഞ്ഞു. ഇനി ഞാൻ കോസ് ഒന്ന് എടുക്കാം, രണ്ട് സൈഡിൽ കോസ് എടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എനിക്ക് കോസ് ഓഫ് θ1 മൈനസ് θ2യുടെ വാല്യൂ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോകും. ഇത് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മീൻസ് ഫോമുലയാണ്. കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ ഫോമുലയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ കോസ് θ1 കോസ് θ2 പ്ലസ് സൈൻ θ1 ഇൻറ്റു സൈൻ θ2 എന്ന്. ഇത് കോസ് എക്സ് മൈനസ് വൈയുടെ ഫോമുല. ഓക്കെ, അതിൽ കോസ് θ1 നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് നന്നായി. കോസ് θ2 എന്നുള്ളത് 15/17 പ്ലസ് സൈൻ θ1 ഇവിടെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 3/5 ആണ്. ഇൻറ്റു സൈൻ θ2 ഇവിടെ ഉണ്ട് 8/17. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 85 ആണ്. 17 × 5 85 ആണ്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ 15 × 4 60 എന്ന് വരും. പ്ലസ് ഇവിടെയും 85 തന്നെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 3 × 8 എന്ന് പറയുമ്പോൾ 24. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ നമ്മൾ കൂട്ടാം. ദാറ്റ് ഈസ് 60 + 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 84/85 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും കൂടെ ഞാൻ എഴുതുവാണ്, അത് താഴോട്ടും എടുത്തെഴുതുകയാണ്. കോസ് θ1 മൈനസ് θ2. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കോസ് θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു 84/85. അപ്പോൾ ഈ കോസ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 ആയി. ശരിയല്ലേ? ഈ θ1 മൈനസ് θ2 ഇവിടെ നിർത്തി കോസിനെ അപ്പുറത്തേക്കും തോന്നുമ്പോൾ കോസ് ഇൻവേഴ്സ് ആണ്. ഇനി നമ്മുടെ θ1 θ2 റീപ്ലേസ് ചെയ്താൽ മതി. θ1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഒന്ന് നമുക്ക് കാണിച്ചു തന്നേക്കാം. θ1 എന്ന് പറഞ്ഞാൽ കണ്ടോ, θ1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5 ആണ്. θ2 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 8/17 ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ഇവിടെ നിന്ന് കൊടുക്കാം. θ1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് θ2 ഈസ് സൈൻ ഇൻവേഴ്സ് 8/7 ഈസ് ഈക്വൽ ടു ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കോസ് ഇൻവേഴ്സ് 84/80 ആൻസറായി. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. നമ്മളിപ്പോൾ ചെയ്ത് വന്ന അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണ് എങ്കിൽ പോലും ഇതിനെ നമ്മൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ മെത്തേഡ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതിയാവും. നമുക്ക് ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. Prove that cos inverse 12/13 cos inverse 12/13 plus sin inverse 3/5 is equal to.
So cos inverse 12 by 13 plus sin inverse 3 by 5 is equal to sin inverse 56 by 65. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, പ്രൂഫ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നമ്മുടെ മെത്തേഡ് സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ θ1 എന്ന് വിളിക്കുന്നു. ലെറ്റ് θ1 ഈസ് ഈക്വൽ ടു cos inverse 12/13. അപ്പോൾ അതിനകത്ത് നമുക്ക് cos θ1 കണ്ടുപിടിക്കാം. സോ cos θ1 ഈസ് ഈക്വൽ ടു 12/13. ഇതുപോലെ തന്നെ രണ്ടാമത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ് θ2 ഈസ് ഈക്വൽ ടു sin inverse 3/5 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന sin θ2 ഈസ് ഈക്വൽ ടു 3/5. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ എന്തായാലും നമ്മൾ പോകില്ല. അപ്പോൾ നമുക്ക് അടുത്തത് കൂടെ വേണമല്ലോ, അതുകൊണ്ട് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കണം. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെയും ഒരെണ്ണം വരച്ചിട്ടേക്കാം, ആവശ്യം വരുള്ളൂ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിളായി. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂസിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഞാൻ cos θ1, അപ്പോൾ ഞാൻ ഈ ആംഗിളിന് θ1, ആംഗിൾ θ1 ഇവിടെ ഇങ്ങനെ വെർട്ടിസസിൻ്റെ പേരൊക്കെ ഉണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഞാൻ θ1 എന്ന് എഴുതിക്കണേ. cos θ1 ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല വെച്ച്, പണ്ട് നമ്മൾ പഠിച്ച ഫോർമുല വെച്ച് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വരും ഇവിടെ. അപ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇത് √13² - 12² എന്ന് വരും. 169 കണ്ടുപിടിക്കാം. √139 169 - 144 എന്ന് വരും. അപ്പോൾ ഇത് 25 എന്ന് വരും. അപ്പോൾ ഇത് 4 എന്ന് വരും. 25 മീൻ 5 എന്ന് വരും. വേണമെങ്കിൽ ഒന്ന് ചെയ്തിട്ടേക്കാം. √ ഈ സൈഡ് ദറ്റ് ഈസ് 13² - 12² എന്ന് വരും. ദറ്റ് ഈസ് √169 - 144 ദറ്റ്സ് ഈക്വൽ ടു √25 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അങ്ങനെയാണ് ഈ സൈഡ് 5. അതുപോലെ ഇവിടെ എഴുതാം. ഇവിടെ സിമ്പിളാണ്, ഇവിടെ കുറച്ച് അങ്ങോട്ട് എളുപ്പമാണ്. ഇവിടെ വന്നിരിക്കുന്നത് θ2 ആണെങ്കിലും sin θ ആണ്. sin θ2 വന്നേക്കണേ. സൈൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് 3 വരും, ഇത് 5 വരും, ഇതിനെ നമുക്ക് 4 എന്ന് പറയും. ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. √5² - 3² ദറ്റ് ഈസ് ഇവിടെ √5² - 3² ദറ്റ് ഈസ് ഈക്വൽ ടു √25 - 9 എന്ന് വരും. അത് 16 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് cos θ1 ഉണ്ട്, ഇവിടെ sin θ2. ഇപ്പോൾ cos θ1 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് sin θ1 ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടുത്തെ sin θ1 എന്ന് പറഞ്ഞാൽ 5/39. ഇവിടെ sin θ2 ഉണ്ട്. അപ്പോൾ നമുക്ക് cos θ2 ഒന്ന് കണ്ടുപിടിക്കാം. cos θ2 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് 4/5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുത്തിരുന്നു LHSനെ. ഇതിനെ θ1 എന്നും ഇതിനെ θ2 എന്നും വിളിച്ചിരുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സൽ. സൈൻ ഇൻവേഴ്സൽ ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സൈൻ ഓഫ് സംതിങ് എന്ന് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ LHS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനെ θ1 എന്നും ഇതിനെ θ2 എന്നും വിളിച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ LHS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടാൻ പോകും θ1 + θ2. ഇതാണ് LHS. കാരണം ഞാൻ ആദ്യത്തെ ടൈമിനെ ഞാൻ നോക്കാം. ആദ്യത്തെ ടൈമിനെ നമ്മൾ θ1 നമ്മുടെ തരുന്ന ക്വസ്റ്റ്യനായിരുന്നു cos ഇൻവേഴ്സ്. ഇതിനെ ഞാൻ θ1 എന്ന് വിളിച്ചാൽ ഇത് θ1, ഇതാണ് θ2. അപ്പോൾ ഇത് θ1 + θ2 വരും. ഓക്കെ, θ1 + θ2. ഇനി ഞാൻ θ1 + θ2 ഞാൻ പറഞ്ഞല്ലോ, ആൻസർ വേണ്ടത് സൈൻ ഇൻവേഴ്സിലായതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin θ1 + θ2. Now sin θ1 + θ2
ഇത് നമുക്ക് ഫോർമുലയാണ്, സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയാണ്. ദറ്റ് ഈസ് സൈൻ തീറ്റ 1 ഇൻറ്റു സൈൻ തീറ്റ 2, സോറി സൈൻ തീറ്റ 1 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് കോസ് തീറ്റ 1 സൈൻ തീറ്റ 2. ഓക്കെ, ഇതിൻ്റെ എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. സൈൻ തീറ്റ 1 ഇപ്പോൾ നമുക്ക് ഉണ്ട് 5/13 ആണ്. Cos theta 2 is also here, that is 4/5 plus cos theta 1, that is 12/13 into sin theta 2 is here 3/5. നമ്മൾ ജസ്റ്റ് അതിൻ്റെ വാല്യൂസ് റീപ്ലേസ് ചെയ്തു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും 13 × 5 ആയതുകൊണ്ട് തന്നെ അത് 65 ആണ്. 5 × 4 20 ആണ്. പ്ലസ് ഇത് 12 × 3 36 ആണ്. ബൈ 13 × 5 again 60. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടാം. ദറ്റ് ഈസ് 65 ഡിനോമിനേറ്ററിൽ വരും. ഇത് 20 + 36 56. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഇസ് ഈക്വൽ ടു 56/65 എന്നാണ്. നമുക്ക് ഈ സൈനിനെ അപ്ലൈ അടിക്കാം. അപ്പോൾ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65 എന്നാണ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. തീറ്റ 1ൻ്റെ വാല്യൂ തീറ്റ 2ൻ്റെ വാല്യൂ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. തീറ്റ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീറ്റ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ്. തീറ്റ 1 എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 12/13 ആണ്. തീറ്റ 2 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. തീറ്റ 1 എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 12/13 ആണ്. ദറ്റ് ഈസ് cos inverse 12/13 പ്ലസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5 ആണ്. ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65. മനസ്സിലായി? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോക്കി, നമുക്ക് ചുമ്മാ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയല്ല. ഏത് സൈഡാണോ നമുക്ക് വേണ്ടത് ആ സൈഡിൽ നമ്മൾ നോക്കിക്കൊണ്ടാണ്. ഇവിടെ നമ്മൾ സൈൻ ഇൻവേഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ടായിരുന്നു നമ്മൾ അത്തരത്തിലെടുത്ത് പോയത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പ്രൂവ് ദാറ്റ്, കളർ ഒന്ന് മാറ്റിയേക്കാം, ബോറടിച്ചില്ലേ ഈ കളർ തന്നെ കണ്ടിട്ട്. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 8/17 plus sin inverse 3/5 is equal to sin inverse 8/17 plus sin inverse 3/5 is equal to tan inverse 77/66. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൂഫ്. ഇതിനെ ഞാൻ തീറ്റ 1 എന്ന് വിളിക്കുന്നു. ലെറ്റ് തീറ്റ 1 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8/17 എന്നായി. അപ്പോൾ തന്നെ എനിക്ക് സൈൻ തീറ്റ 1 കണ്ടുപിടിക്കാം. 8/17 എന്നാവും. അതുപോലെ എനിക്ക് ഇവിടെയും ചെയ്യാം. തീറ്റ 2ന് ഞാൻ സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് വിളിച്ചു. അപ്പോൾ സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ 3/5 ആയി. നമ്മൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ സൈൻ തീറ്റ 1 ആയതുകൊണ്ട് 8/17 ആയതുകൊണ്ട് കോസ് തീറ്റ 1 കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കങ്ങ് ചെയ്യാം. ഇത് 15 വരും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 15/17 എന്ന് വരും. നേരത്തെ പോലെ ട്രയാങ്കിൾ വരച്ച് കണ്ടുപിടിച്ചാൽ മതി.
ഇവിടെ cos theta 2 എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സിന് വിളിക്കുന്ന പേരാണ്. ദേ ആർ കോൾഡ് പൈതഗോറിയൻ നമ്പേഴ്സ് എന്ന് വിളിക്കും. 3, 4, 5 അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ആണ്. അതുപോലെ ഇവിടെയും 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവിടെയും ഇതിനെ പൈതഗോറിയൻ നമ്പേഴ്സ് എന്ന് വിളിക്കും. 8, 15, 17, 3, 4, 5 അതുപോലെ 12, 5, 12, 13 ഇതൊക്കെ പൈതഗോറിയൻ നമ്പേഴ്സ് എന്നാണ് ഈ തൃതീയ നമ്പേഴ്സിനെ വിളിക്കുന്ന പേര്. ബിക്കോസ് ദാറ്റ് ഒബേ പൈതഗോറസ് തിയറം. ദാറ്റ്സ് വൈ. ഓക്കെ, അത് എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ്. ഇപ്പോൾ നേരത്തെ ചെയ്തിരുന്ന പ്രോബ്ലത്തിലെല്ലാം ഇത് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാത്ത ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ LHS എന്തായി മാറും? LHS എന്ന് പറഞ്ഞാൽ LHS എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ തീറ്റ 1 എന്നാണ് വിളിച്ചത്, ഇതിനെ തീറ്റ 2 എന്നാണ് വിളിച്ചത്. അപ്പോൾ തീറ്റ 1 പ്ലസ് തീറ്റ 2. അപ്പോൾ എനിക്ക് വേണ്ട ആൻസർ ടാൻ ഇൻവേഴ്സിലാണ്. ടാൻ ഇൻവേഴ്സിലാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ടാൻ എടുക്കണം. അപ്പോൾ ടാൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 എനിക്ക് വേണം. എടുക്കാനുള്ള കാരണം ആൻസർ ടാൻ ഇൻവേഴ്സിലായതാണ്. ദെൻ വാട്ട് അബൌട്ട് ടാൻ തീറ്റ 1 പ്ലസ് തീറ്റ 2? നമുക്ക് ഫോർമുല ഉണ്ട്. ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ടാൻ തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ 2 divided by 1 minus tan theta 1 into tan theta 2. ഞാനിവിടെ tan x plus y ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി എനിക്ക് ഇതിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും, ഇതിൻ്റെ വാല്യൂ. പക്ഷേ ഇവിടെ നമ്മൾ സൈൻ തീറ്റ 1 കോസ് തീറ്റ 1 കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ 1 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സൈൻ ബൈ കോസ് എന്നുള്ള രീതിയിൽ എടുത്താൽ നമുക്ക് ഇവിടുന്ന് ടാൻ തീറ്റ 1 എഴുതാം. ടാൻ തീറ്റ 1 എന്ന് ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ടാൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു സൈൻ 8/17 ആണ്. കോസ് 15/17 ആയതുകൊണ്ട് ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. അപ്പോൾ 8/15 എന്ന് വരും. അതുപോലെ ഇവിടെ ടാൻ തീറ്റ 2 കണ്ടുപിടിക്കാം. സൈൻ തീറ്റ 2 ബൈ കോസ് തീറ്റ 2 3/5/4/5 5 വെട്ടിപ്പോയിട്ട് 3/4. നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാൻ ടാൻ്റെ ആവശ്യം ഇല്ലാഞ്ഞോന്നാണ്. ഇപ്പോൾ എനിക്കിവിടെ ആവശ്യം വന്നുകൊണ്ട് ഞാനത് കണ്ടുപിടിച്ചു. ഇനി ഞാനിവിടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ആൻസർ ദാറ്റ് ഇസ് ഇറ്റ്. ടാൻ തീറ്റ 1 ഈസ് 8/15 ആണ്. ടാൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ 3/4. സ്ഥലമില്ലാത്തതിനാൽ ഞാനൊന്ന് സ്ക്രീനിൽ നിന്ന് മാറ്റിക്കോട്ടെ. ഡിവൈഡഡ് ബൈ 1 minus 8/15 into 3/4. Okay, so that's equal to cross ചെയ്യുന്നു 8 into 4, that is the 8 into 4 plus 15 into 3 over 15 into 4 divided. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ. 1 into 15 into 4 minus 8 into 3 divided by 15 into 4. രണ്ടും കട്ടായി. And that's equal to 8 into 4 32 ആണ്. Plus 15 into 3 45 divided by 15 into 4 60 minus 25. That is equal to 77. Numerator 77. Just add it on. Denominator എന്ന് പറയുന്നത് 60 minus 24 ആണ്. അപ്പോൾ നമുക്ക് 40 അല്ല 34 36. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അത് എഴുതിയത് എന്തോ വ്യത്യാസം തോന്നുന്നു. അത് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതിനകത്ത് വന്ന പ്രശ്നമാണ്. നമുക്ക് ഇനി 20 കറക്റ്റാണ്. 77/36 നമ്മുടെ സിമ്പിൾ 60 minus 24 ആണ്. 60 24 കുറയ്ക്കുമ്പോൾ നമുക്ക് 36 കിട്ടുന്നത്. നോക്കണ്ട, ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ 36 എന്നാണ്. അത് ക്വസ്റ്റ്യൻ നമ്മൾ തിരുത്തണം. ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ 36 എന്നാക്കണം. ഇത് പ്രൂവ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഞാനത് ഇങ്കൊന്ന് മാറ്റി എഴുതിയേക്കാം, അല്ലെങ്കിൽ സംശയമുണ്ട്. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 8/17 plus
Sin inverse 3/5 is equal to 36. ഓക്കെ, tan inverse 77/36 എന്നാണ് ക്വസ്റ്റ്യൻ എഴുതിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ ആൻസർ ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ നോക്കി കിട്ടുന്ന ആൻസർ ആക്കി ക്വസ്റ്റ്യൻ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ മാറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് ഈക്വൽ ടു 77/36 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ tan θ1 + θ2 ആണ്. അപ്പോൾ ഞാനൊന്ന് എടുത്തെഴുതിക്കോട്ടെ. ദാറ്റ്സ് ഈക്വൽ ടു സോ tan θ1 + θ2 is equal to 77/36. So θ1 + θ2 is equal to tan inverse 77/36. ഇനി എന്താണ് tan inverse മീൻസ് θ1 എന്നും എന്താണ് θ2 എന്നും തിരിച്ചു കൊടുത്താൽ നമുക്ക് അതിൻ്റെ ആൻസർ ആവും. θ1 എന്ന് പറഞ്ഞാൽ sin inverse 8/17 ആണ്. അപ്പോൾ സോ sin inverse, that is sin inverse 8/17 പ്ലസ് അടുത്ത sin inverse 3/5 ആണ്. sin inverse 3/5 is equal to tan inverse 77/36. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. sin inverse 8/17 plus sin inverse 3/5 is equal to tan inverse 77/36. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ വീണ്ടും ഇത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിയത് എങ്ങനെയാണ്. മെത്തേഡ് എല്ലാം സെയിം തന്നെ, എല്ലായിടത്തും നമുക്ക് ഒരുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ടിൽ ദെൻ ഗുഡ് ബൈ.